നടക്കത്തില്ല, നടക്കത്തില്ല. മാത്തുക്കുട്ടി പോയിട്ട് മോഹൻലാലിനെ കൊണ്ടുവരണം. നിങ്ങൾ വേറെ എന്തെങ്കിലും വഴി നോക്ക്. എന്റെ പൊന്ന് ജാൻസമ്മു, ഇത് വെറും 2-3 ദിവസത്തെ കാര്യമുള്ളന്നേ. എബ്രാമേ, എനിക്ക് വരുന്ന 3 വീക്കെൻഡ് നൈറ്റാ. ഈ പിള്ളേരെ വീട്ടിൽ തനിച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെയാ ഡ്യൂട്ടിക്ക് പോകുന്നേ? ഇത് നമ്മുടെ അസോസിയേഷന്റെ പ്രശ്നമാണ്, നമ്മുടെ എല്ലാവരുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എങ്കിലേ ഇതെന്റെ കുടുംബ പ്രശ്നമാ. അങ്ങനെ പറയല്ലേ, നമ്മളൊക്കെ ഒരു കുടുംബമല്ലയോ ജാൻസി? എന്നാ അതല്ല, പിള്ളേരെ 2 ദിവസം ഞങ്ങളുടെ ആരുടെങ്കിലും വീട്ടിൽ കൊണ്ടു നിർത്താം. അതല്ലെങ്കിൽ ആരെങ്കിലും അവിടെ വന്ന് നിൽക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാം. വേണം, ഞാൻ വന്ന് നിൽക്കാന്നേ. ആന്നോ? കുഞ്ഞുമോൻ എവിടെയും മുമ്പ് സൂസൻ അവിടെ ആളെ വെച്ചാന്നോ പോവാറ്? ജാൻസി പിടിവാശി കാണിക്കാതെ മാത്തുകൂട്ടി ചെന്ന് ആന്റണി പെരുമ്പാവൂരിനെ പിടിച്ചാൽ ഇത് നടത്തിയെടുക്കാൻ നോക്കൂ. അതൊന്നും അല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ജോലിയൊന്നും ഇല്ലാതെ വെറുതെ നിൽക്കുന്ന അങ്ങേര് മാത്രമല്ലേ ഉള്ളൂ. വീഴത്തില്ലോ? പാടാ. പിന്നെ എല്ലാരും കൂടെ വട്ടം പിടിച്ച ഇതെന്നാ ഇത്രയ്ക്ക് കടുപ്പം കാട്ടുന്നേ? മാത്തോട്ടിച്ചാൻ അത്രയ്ക്ക് വിശ്വാസം ഇല്ലായോ? പേടി കാണും. അച്ചായ നാട്ടിൽ പോയി പഴയ ഗേൾഫ്രണ്ടിനെ കാണുമെന്ന്. 15 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇതിനിടയിൽ നാട്ടിൽ പോയത് 4 തവണ. ഒന്ന് എൻ്റെ അപ്പം മരിച്ചപ്പോൾ, പിന്നെ അവിടെ അപ്പം മരിച്ചു, പിന്നെ എൻ്റെ അമ്മച്ചി മരിച്ചു, പിന്നെ വീടിൻ്റെ പെരവാസൂലിക്ക്. സംഗതി നടന്ന അവിടെ പോയി കുറച്ചു നാളെ അടിച്ച് പൊളിച്ചേച്ച് വന്നാ മതി കേട്ടോ. അത് ഇവിടെ നിന്ന് വണ്ടി കയറട്ടെ. ഓക്കെ ആണെന്നാ തോന്നുന്നേ. മാത്തുക്കുട്ടിയെ, ജാൻസമ്മക്ക് ഒബ്ജക്ഷൻ ഒന്നും ഇല്ല കേട്ടോ. യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കോ. അല്ല, അപ്പൊ റിട്ടേൺ ടിക്കറ്റ് എങ്ങനെ? കാര്യം റെഡിയായ പിന്നെ റിട്ടേൺ ഒക്കെ ഓക്കെ ആക്കാന്നേ. എന്നാ പിന്നെ നീയും പിള്ളേരും കൂടെ പോരും. ഓ, അതെളുപ്പം നടക്കുകയില്ലെന്ന് അറിഞ്ഞോണ്ടാണല്ലോ ഈ ക്ഷണനം. ക്ഷണനമല്ല, ക്ഷണം. ഓ, എന്നാ മാരണമായാലും. നമ്മുടെ മാത്തുക്കുട്ടിയെ നാട്ടിലേക്ക് അയക്കുക. മോഹൻലാലിനെ നേരിട്ടുണ്ട് ഷോ കൊണ്ടുവരാൻ. അതിനുള്ള തടയുന്നത് ചെയ്തരെ. Na klar, mach ich gern. Immer mit dir ins Kino. Ich mag dich doch, das weißt du doch. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടി ഈ പന്ന ചെറുക്കൻ്റെ കൂടെ നടക്കരുത്. ഇവിടെ ജർമ്മൻ കഴിവറി എന്റെ കൊച്ചിന്റെ പിന്നാലെ എങ്ങനെ നീ കണ്ട കയ്യും കാര്യം ഞാൻ തല്ലി കൂടി. Du dummes Arschloch, verpiss dich einfach! എന്നതാടി ആ എണ്ണം കേട്ടോ പറഞ്ഞത്? 15 Jahre bist du schon in Deutschland und kannst immer noch kein Deutsch? ചെറിയല്ലേടി ഞാൻ പറഞ്ഞത്. 15 വർഷത്തെ കണക്കൊന്നും പറയണ്ട. അത്യാവശ്യം ജർമ്മനൊക്കെ എനിക്കും അറിയാം. Sie reden nur, wenn es verlangt wird, Papa. നീ എന്നാത്തിനടി അവന്റെ പിന്നാലെ നടക്കുന്നത്? Guck mal, er ist ein Freund von mir, so kann ich doch mit ihm reden und mit ihm gehen. അവൻ ജർമ്മൻകാരനാ, വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നേ. Mama hat aber gesagt, ich soll keine Malayalis vertrauen. മലയാളികളെ ഒഴിച്ച് ആരെ വേണേലും വിശ്വസിക്കാവുന്ന തള്ള പറഞ്ഞു എന്ന്. ഈ ജർമ്മൻ ഭാഷ എന്ന് പറയുന്ന ഒരു പന്ന ഭാഷയാണ്. മലയാളത്തിന്റെ ഒരു ഇത് കണ്ടിട്ടില്ലയോ? ജർമ്മൻകാരൻ കുട്ടട്ട് സാഹിബ് മലയാളത്തിൽ ഡിക്ഷണറി ഉണ്ടാക്കാൻ അങ്ങ് തലശ്ശേരിക്ക് പോയത്. ജർമ്മൻ കൊള്ളാമായിരുന്നതിൽ പുള്ളി ഇവിടെ തന്നെ നിന്ന് ജർമ്മൻ ഡിക്ഷണറി ഉണ്ടാക്കത്തില്ലായിരുന്നു. ഈ വക ഡയലോഗൊക്കെ മമ്മയോട് പറഞ്ഞാ മതി കേട്ടോ. താ വന്നു ചെല്ല്. തൂശി പിടിക്കണേ. Geh weg. എബ്രാം വിളിച്ചായിരുന്നു. നാളത്തേക്ക് ടിക്കറ്റ് ഓക്കെ ആയിരുന്നു. എന്തൊരു പാടാണെന്ന് നോക്കി. ഏത് നേരത്താണോ ഈ ആന്റണി പെരുമ്പാവൂരിനെ അറിയാവെന്ന് പറഞ്ഞാ ഞാൻ. എന്റെ മാത്തുക്കുട്ടി, എന്തിനാ ഈ ആക്ടിങ്? അതങ്ങ് വച്ചേര്. നാട്ടിൽ പോകാൻ ഇയാള് കയറും പൊട്ടിച്ച് നിൽക്കാന്ന് എനിക്കറിയാം മേലയോ. ആ പിന്നെ 2 ദിവസം അത്രേ ഉള്ളൂ കൂത്ത്. അത് കഴിഞ്ഞാൽ നേരെങ്കിൽ പോന്നേക്കണം. മാത്തുക്കുട്ടി, സമയം കളയേണ്ട, സാധനങ്ങളൊക്കെ കിച്ചണിൽ കൊണ്ടുവച്ചേ. ഇത് എത്ര കാലത്തിനുള്ളത് ഈ അടുക്കി പറക്കി വെക്കുന്നേ? ഓ ഇല്ലെന്നേ, പേര് 2-3 എടുത്തന്നേ ഉള്ളൂ. പിന്നെ കുഞ്ഞുവൻ ചില സാധനങ്ങൾ കൊണ്ടുവരും നാട്ടിൽ കൊടുക്കാൻ. അതാ വലിയ പെട്ടി. പിന്നെ കാശുവെല്ലാം തന്നേക്കണേ, എന്റെ ഒന്നുമില്ല. എന്നതിന്? എടി 4-5 കൊല്ലം കൂടി നാട്ടിൽ പോകുന്നല്ലോ. അതിനെന്നാ? എന്നാലും ആരെങ്കിലും വന്ന് കൈ നീട്ടിയാലേ കഴിഞ്ഞ 1.5 വർഷമായിട്ട് മാത്തുക്കുട്ടി ജോലിക്ക് പോകുന്നില്ല എന്നങ്ങ് പറഞ്ഞാൽ മതി. എടി
എന്നാലും ഒരെന്നാലും കുന്നാലും ഇല്ല. ഇതിനിടയ്ക്ക് നാട്ടിൽ പോയിട്ട് ആരെ കാണാനാ? സ്വന്തം എന്ന് പറയാൻ ഒരു പെങ്ങളല്ലേ ഉള്ളത്. അവളാണെങ്കിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ചുള്ളി ഓടിച്ച് പിണങ്ങി നടക്കുവോ. മതി, ഇനി പുരാണം തുടങ്ങണ്ട. കാശ് കമ്മിറ്റിക്കാരോട് ചോദിക്കുക വഴിച്ചെലവിനും മറ്റും. മോഹൻലാലിനെ നമ്മുടെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വരാൻ പോകുന്നല്ലോ. ആ, ഞാൻ അവരോട് മേടിച്ചോളാം. ആ, ഞാനും കൂടെ വന്നാലോ എന്നൊരു ആലോചന ഉണ്ടായിരുന്നു മാത്തുക്കുട്ടി. പക്ഷെ എന്നാ ചെയ്യാനാ, ബിസിനസ് ക്ലാസ്സിന് ഒരു രക്ഷയില്ല. ദാ, എയർ ഇന്ത്യ ആവുമ്പോ എക്കണോമി നല്ല സർവീസാ. എന്നതേലും ആട്ടെ. മാത്തുക്കുട്ടി ഫുട്ബോൾ എന്നാലും വേണ്ടില്ല, പോയേക്കാന്നുള്ള കണ്ടീഷനില്ല. പെട്ടിയൊക്കെ ആരും കൊണ്ടുവരത്തില്ലയോ? അവിടെ എത്തി മോഹൻലാലിനെ കണ്ട് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് ഉടനെ വിളിച്ചേക്കണം. ഇവിടെ മറ്റൊരുക്കങ്ങൾ തുടങ്ങാനുള്ളതാണ്. ടൈമില്ല സത്യത്തിൽ. വിളിച്ചോളാം. കാശൊക്കെ ഉണ്ടോ കയ്യിൽ? അതെന്നാ ചോദ്യമാ. ആദ്യമായിട്ട് ടൂറിന് വന്ന പിള്ളേരോട് ചോദിക്കുന്ന പോലെ മാത്തുക്കുട്ടി അതൊക്കെ പ്രിപ്പയർഡ് ആയിരിക്കില്ലേ? അല്ലല്ലോ ഇതിന് മാത്രം പണം എന്തിനാ? ഇതൊരു ഷോർട്ട് ട്രിപ്പ് അല്ലേ? എല്ലാം മാത്തുക്കുട്ടിയുടെ കയ്യിലാ. അപ്പൊ ബോൺ വോയിച്ച്. അങ്ങനെ ആട്ടെ. ശരി മാത്തുക്കുട്ടി. എന്നാ ശരി. മാത്തു കുടിച്ചായോ? അരുണെന്തി ഇവിടേക്ക് എത്താന്ന് പറഞ്ഞു. ഫസ്റ്റ് ട്രെയിൻ തന്നെ ഫ്രാങ്ക്ഫർട്ട് പിടിച്ചോണം. ടൈം കുറവാ. ഇതാ ചായ, തോമസ് സാറിനുള്ള ഗിഫ്റ്റാ. പിന്നെ ഇച്ചിരി യൂറോയും ഉണ്ട്. കൊച്ചി എയർപോർട്ടിൽ ചെന്നിട്ട് മാറ്റി വെച്ചാൽ മതി. കൂട്ടുകാരൊക്കെ കൂടത്തില്ലായോ ചെലവെന്നൊക്കെ പറഞ്ഞ്. ഞാൻ ഒരു ബോട്ടിൽ ബ്ലാക്കും വെച്ചിട്ടുണ്ട്. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ അരുണിനും വിളിക്കാൻ മടിക്കരുത് കേട്ടോ. അതെ, അരുൺ വന്നു. എന്നാ ഞാൻ നീങ്ങുവാണേ, ഓഫീസിൽ പോകാൻ ലേറ്റ് ആയി. ഓഫ് ഡിസൈൻ. ആ ദീപ, നീ വെക്കോ. മാത്തുടിച്ചാൽ നടന്നോ, പെട്ടി എടുത്തോണ്ട് ഞാനങ്ങ് വന്നേക്കാം.